ഹെൽത്തി എന്ന് പറഞ്ഞപ്പോൾ സെയിൽസ് 8,000 രൂപ, ടേസ്റ്റി എന്ന് പറഞ്ഞപ്പോൾ സെയിൽസ് 81,000 രൂപ. ഒരു സ്വീറ്റ് ബ്രാൻഡ് ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് ആക്ച്വലി ജെനുവൻലി ക്ലീൻ ആയിരുന്നു. ഗീ, ഹോൾ വീറ്റ്, ജാഗറി, റിയൽ നട്ട്സ്, പാം ഓയിൽ പോലും ഇല്ല. സോ ഒബ്വിയസ് മാർക്കറ്റിംഗ് ആംഗിൾ എന്തായിരിക്കും? ഹെൽത്തി സ്വീറ്റ്സ്, ക്ലീൻ ഇൻഗ്രീഡിയൻറ്റ്, ഗിൽറ്റ് ഫ്രീ. പക്ഷെ ഞങ്ങളും ആ ആംഗിൾ തന്നെ ആദ്യം തുടങ്ങിയത്. പക്ഷേ ആഡൊക്കെ റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി. ആളുകൾ ആക്ച്വലി ദേ ഡോണ്ട് കെയർ അബൌട്ട് ദിസ്. സോ ഹെൽത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച്. സ്വീറ്റ്സിന്റെ ടെക്സ്ചർ, സോഫ്റ്റ്നെസ്, ടേസ്റ്റ്, നട്ട്സ്, ബൈറ്റ് ഇതൊക്കെ വിഷ്വലി കാണിക്കാൻ തുടങ്ങി. പിന്നെ പർച്ചേസ് ഡേറ്റ നോക്കിയപ്പോൾ അടുത്ത സർപ്രൈസ്. മെയിൻ ബയേഴ്സ് 20 to 30 ആണെന്ന് വിചാരിച്ചു. കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ പരസ്യം ചെയ്യുന്നത്. പക്ഷെ വലിയൊരു വോളിയം, അതായത് 60% 55+ ഓഡിയൻസിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇമാജിൻ ചെയ്ത ഓഡിയൻസേ അല്ലായിരുന്നു. ആക്ച്വൽ ബയേഴ്സ് 55+ ആയതുകൊണ്ട് അവർക്ക് ഡയബറ്റീസ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് സ്വീറ്റ് എന്ന് പറഞ്ഞില്ല. അത് മണ്ടത്തരമായി പോയി. പിന്നെ അതിനുശേഷം സ്വീറ്റ് ആണ്, സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സെയിൽസ് ഡബിൾ ആയി. ഇത്തെ ലെസൺ ഭയങ്കര സിമ്പിളാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ബെസ്റ്റ് ഫീച്ചർ അല്ല കസ്റ്റമേഴ്സിന്റെ സ്ട്രോങ്ങസ്റ്റ് ബൈയിങ് റീസൺ. പ്രൊഡക്റ്റ് ഹെൽത്തി ആയിരിക്കാം, പക്ഷേ കസ്റ്റമേഴ്സ് വാങ്ങുന്നത് ടേസ്റ്റി ആയിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കും. ഇൻസൈറ്റ്സ് ഫ്രം ബ്ലൂ സ്റ്റിക്ക്, റിയൽ ക്യാമ്പയിൻസ് എന്ന് പഠിച്ച ഒരു റിയൽ മാർക്കറ്റിംഗ് ലെസൺ എല്ലാ ആഴ്ചയിലും.